ബിഗ് ബോസ് മലയാളം സീസൺ 7 12ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ടോപ്പ് 6 കണ്ടസ്റ്റൻസ് ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഈ 9 കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളത്. അനീഷ്, അക്ബർ, ആദില, നെവിൻ, അതുപോലെ തന്നെ നൂറ, ഷാനവാസ്, സാബുമാൻ, ആര്യൻ, അനുമോൾ. 9 കണ്ടസ്റ്റൻസ്. ഇവരിൽ ടോപ്പ് 6ൽ ആരൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമിന്റെയും അതുപോലെ തന്നെ നിലവിലെ പ്രേക്ഷക സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ പറയുന്നത്. അല്ലാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ആ ഒരു ഗെയിമിന്റെ അടിസ്ഥാനം മാത്രമല്ല. കാരണം പ്രേക്ഷക സപ്പോർട്ട് കൂടെ നോക്കുന്നുണ്ടല്ലോ. കാരണം ഗെയിം ഇല്ലെങ്കിൽ പോലും ഈ ഒരു സീസണിൽ നമുക്കറിയാം പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തുന്നവരും അതുപോലെ കള്ളക്കരച്ചിൽ നാടകങ്ങളൊക്കെ നടത്തി പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുത്ത് നിൽക്കുന്നവരൊക്കെ തന്നെ ഈ ഒരു സീസണിലുണ്ട്. ടോപ്പ് 6ലേക്ക് വരുമ്പോൾ ഞാൻ അതും കൂടെ കൺസിഡർ ചെയ്യുകയാണ്. കാരണം ഗെയിം മാത്രം കളിച്ചിട്ട് കാര്യമില്ല, പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അനീഷ്, ഷാനവാസ്, അനുമോള്, ഈ ഒരു 3 കണ്ടസ്റ്റന്റ് ടോപ്പ് 3 ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റൊരു പ്രശ്നങ്ങളോ ബിഗ് ബോസിന്റെ തിരിമറികളും തട്ടിപ്പുകളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 3 പേര് തന്നെയാകും ടോപ്പ് 3യിൽ വരാൻ പോകുന്നത്. നിലവിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക സപ്പോർട്ടുള്ള കണ്ടസ്റ്റൻസും ഇവർ തന്നെയാണ്. ഇവരുടെ ഒരു റാങ്ക് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഒരു ഓഡിയൻസ് സപ്പോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സമയത്തും മാറി മറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു ഒഫീഷ്യൽ വോട്ടിലേക്കൊക്കെ വരുമ്പോൾ ആരായിരിക്കും മുന്നിൽ വരിക എന്ന് പറയുന്നത് കുറച്ച് കട്ടി തന്നെയാണ്. ഇവര് 3 പേരും ടോപ്പ് 3യിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇവർ തന്നെ ആയിരിക്കും. അനീഷിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിച്ച്, അവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ വെറുപ്പ് സമ്പാദിച്ച് ഒരു വെറൈറ്റി ആയിട്ട് ഈ ഒരു സീസണിലേക്ക് വന്ന് അത്യാവശ്യം വെറുപ്പിച്ച് നല്ല രീതിയിൽ മുന്നിലേക്ക് കയറി വന്ന് ടാസ്കുകളിലൊക്കെ പുള്ളിയുടേതായിട്ടുള്ള കഴിവ് കാണിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും പിന്നെയും പറഞ്ഞ് കുറെ നുണകളൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് എല്ലാ രീതിയിലും ഗെയിം കളിച്ച് പോസിറ്റീവ് ഓർ നെഗറ്റീവ് കണ്ടന്റുകൾ ഉണ്ടാക്കി തന്നെയാണ് അനീഷ് ഈ സീസണിൽ അനീഷിന്റെ സ്ഥാനം ഉറപ്പിച്ച് ഈ ഒരു ലെവൽ വരെ എത്തിയിരിക്കുന്നത്. അടുത്തത് ഷാനവാസിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും പുറത്ത് നല്ലൊരു കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ടുകളുമായിട്ട് ഒരു സീരിയൽ ഫെയിമിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നു. പ്രായത്തെ മറന്നും ഗെയിം കളിച്ച് പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ മൈൻഡ് ഗെയിമുകളും ഓരോ കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കി അവരുടെ മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഷാനവാസ്. ബിഗ് ബോസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ തരികിടകളും ബിഗ് ബോസിന്റെ കുതന്ത്രങ്ങളും ഒന്നും അറിയാതെ ബിഗ് ബോസ് നേരെ ചുവേ കാണാതെ വന്നിട്ട് തന്റേതായ രീതിയിൽ ഗെയിം കളിച്ച് പ്രേക്ഷകരെ നല്ല രീതിയിൽ കൈയെടുത്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ഷാനവാസ്. ഈ ഒരു പ്രായത്തിലും ഫിസിക്കൽ ടാസ്കുകളിലാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും പുള്ളിയുടേതായ രീതിയിൽ ഫുൾ എഫേർട്ട് കൊടുത്താണ് ഇതുവരെ എത്തിയിരിക്കുന്നത്. ഒരു എന്താ പറയുന്നത്, ബിഗ് ബോസിന്റെ ഗെയിമും കാര്യങ്ങളും അറിയത്തില്ല എന്നുള്ള രീതിയിൽ പല അബദ്ധങ്ങളും പുള്ളിയുടെ സൈഡിൽ നിന്നുണ്ടായിട്ടുണ്ട്. പോസിറ്റീവ് ഓർ നെഗറ്റീവ് പുള്ളിയും കണ്ടന്റ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അടുത്തത് അനുമോള് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു സീസണിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നതല്ലാതെ അനുമോളെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ പ്രത്യേകിച്ചൊരു മാസ് പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഗെയിം 0 ആണ്, എന്റർടൈൻമെന്റ് 0 ആണ്. ഏത് രീതിയിൽ പെർഫോമൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും 0 എന്ന് മാത്രമേ അനുമോളെ സംബന്ധിച്ച് പറയാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഗെയിമും കാര്യങ്ങളും ഒന്നുമില്ല. സിമ്പതി കാർഡ് ഇറക്കിയും ഈ കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്തും കരച്ചിൽ നാടകങ്ങൾ നടത്തിയും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് അഭിനയം ഈ പരിപാടി നടത്തിയാണ് അനുമോൾ ഈ ഒരു സീസണിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രേക്ഷക സപ്പോർട്ട് ഉണ്ട്. നിലവിൽ ടോപ്പ് 3 ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഈ 3 കണ്ടസ്റ്റൻസിനെ. ഇനി അടുത്ത സ്ഥാനത്തിലേക്ക് വരുമ്പോൾ 4ഉം 5 സ്ഥാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്ബർ, ആര്യൻ, ഇവരുടെ 2 പേരുടെ പേരായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ചു വന്ന് എന്നാൽ കുറച്ച് പോസിറ്റീവായി കുറച്ച് പ്രേക്ഷക സപ്പോർട്ടൊക്കെ ഉള്ള 2 പേരാണ് ഈ സീസണിലെ മികച്ച ഗെയിമേഴ്സ് എന്ന് ഞാൻ പറയും. പെർഫെക്റ്റ് ഗെയിമേഴ്സ്, ബി മെറ്റീരിയൽ എന്ന് വേണമെന്നുണ്ടെങ്കിൽ അക്ബറിനെയും ആര്യനെയും പറയാൻ സാധിക്കും. ആര്യനാണെന്നുണ്ടെങ്കിൽ ടാസ്ക് മാസ്റ്റർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെയാണ് അക്ബറും. 2 പേരും ഒരേ രീതിയിൽ ടാസ്കുകൾ മനസ്സിലാക്കി ടാസ്ക് എന്താണെന്ന് അറിഞ്ഞ് ആ ടാസ്കിന് വേണ്ട ഇൻപുട്ട് കൊടുത്ത് മികച്ച രീതിയിൽ കയറി വന്ന 2 പേരാണ്. അക്ബർ ആദ്യം വന്ന സമയങ്ങളിൽ കുറച്ച് ഗ്രൂപ്പിസം കൂടി കുറച്ച് കുത്തിത്തിരിപ്പും കുന്നായ്മയായിട്ട് നടന്നതുകൊണ്ട് ആ ഒരു ടാസ്കിലെ പെർഫോമൻസ് പ്രേക്ഷകർ മറന്നുപോയി. ആ നെഗറ്റീവ് മാത്രമായി അക്ബർ മൊത്തം നെഗറ്റീവായി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആര്യനാണെന്നുണ്ടെങ്കിലും തുടക്കം ഒരു ഗ്രൂപ്പിസത്തിന്റെ അണ്ടറിലേക്ക് പോകുകയും ജിസേൽ ആര്യൻ കോംബോ അവിടെ വർക്കൗട്ടായി വളരെ മോശമായ രീതിയിലേക്ക് പോകുകയും കോൺട്രാവേഴ്സി ടോപ്പിക്കുകളിലൊക്കെ ചർച്ചയായി വളരെ മോശമായ രീതിയിലേക്ക് ഒരു 3ാമത്തെ ആഴ്ചകൾ കഴിഞ്ഞപ്പോഴത്തേനും നെഗറ്റീവ് അടിച്ച് വല്ലാത്ത നെഗറ്റീവ് രീതിയിലേക്ക് പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ. ഇപ്പോൾ ടാസ്കുകളിലൊക്കെ വിജയിച്ച് ബിഗ് ബോസിന്റെ കൂടിയ സപ്പോർട്ടോട് കൂടി ആര്യനും കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബറിനെയും വെള്ളപൂശി അക്ബറും കയറി വരുന്നുണ്ട്. ഒരു ടോപ്പ് 5ലേക്ക് ബിഗ് ബോസ് ഇവരെ എടുത്തിടാനുള്ള സകല സാധ്യതകളും ഉണ്ട്, ഇൻ കേസ് പ്രേക്ഷക സപ്പോർട്ട് കുറവാണെന്നുണ്ടെങ്കിൽ പോലും. ബട്ട് നിലവിലെ
നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ അർഹർ തന്നെയാണ് കേട്ടോ. അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്താണെന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് അവരുടേതായിട്ടുള്ള ഇൻപുട്ട് കൊടുത്തിട്ടാണ് ഇവർ നിൽക്കുന്നത്. നമുക്ക് ഒരിക്കലും അവരെ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പ്രേക്ഷക സപ്പോർട്ട് കുറവാണ്, ഒന്നുമല്ലാതെ വെറും വാഴകളായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് അല്ല. അവര് ഗെയിം കളിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയാൽ പോലും ഗെയിം കളിച്ചിട്ടാണ് നിൽക്കുന്നത്. സോ 4-5 സ്ഥാനത്തേക്ക് നമുക്ക് അക്ബറിനെയും ആര്യനെയും പറയാൻ സാധിക്കും. ഇനിയാണ് 6ാമത്തെ പൊസിഷൻ. ടോപ്പ് 6ൽ 6ാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ആരെ കൊണ്ടുവരുമെന്നുള്ളത് സംശയമുണ്ട്. നെവിൻ, ആദില, നൂറ 3 പേരാണ് നിലവിൽ നിൽക്കുന്നത്. ഇതിൽ ആദില ഓർ നൂറ ഇതിൽ ഒരാൾ ഉറപ്പാണ് ഈ ഒരു 6ാമത്തെ സ്ഥാനത്തിലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ നെവിൻ കയറി വരും. നെവിനും അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ പ്രേക്ഷക സൈഡിൽ നിന്നുണ്ട്. ആദ്യ സമയങ്ങളിൽ ഒരു ഫണ്ണായിട്ടുള്ള ക്യാരക്ടർ, അത്യാവശ്യം വീടുകളിൽ ഒരു ഫൺ എലമെന്റ്സ് ആയിട്ട് എന്റർടൈനർ എന്ന രീതിയിലേക്ക് കയറി വന്നു. ടാസ്കുകളിലൊക്കെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചല്ല നല്ല രീതിയിൽ തന്നെ വെറുപ്പിച്ചിട്ടാണ് നെവിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത്. സോ പ്രേക്ഷക സപ്പോർട്ട് ഒരു ടോപ്പ് 6 ഒക്കെ വരുമ്പോഴത്തേനും വോട്ടിംഗ് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. മുന്നോട്ടുള്ള ദിവസങ്ങളിലെ നെവിന്റെ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയിരിക്കും പ്രേക്ഷക സപ്പോർട്ട് കിട്ടുന്നതും ടോപ്പ് 6ലേക്കുള്ള നെവിന്റെ എൻട്രിയും. അതുപോലെ തന്നെയാണ് ആദില, നൂറ ഇവരുടെ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. മൊത്തം ഒരു പോസിറ്റീവ് സൈഡൊക്കെ വന്നെങ്കിൽ പോലും ഈ ഒരു സീസണിലേക്ക് വരുമ്പം എന്താ പറയുന്ന ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് വന്നു. പയ്യെ സ്ലോലി പ്രേക്ഷക മനസ്സിലേക്ക് ഇടം നേടിയ ഒരു പാവങ്ങളാണ്, അല്ലെന്നുണ്ടെങ്കിൽ നല്ല മനസ്സിന് ഉടമകളാണെന്നൊക്കെ തോന്നിപ്പിച്ച് പ്രേക്ഷക സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ വന്നു. എന്നാൽ പിന്നീട് ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരികയും നല്ല രീതിയിൽ നെഗറ്റീവ് ആകുകയും ചെയ്ത 2 കണ്ടസ്റ്റൻസ് ആണ് ആദിലയും നൂറയും. പലരെയും കൂടെ നിന്ന് ചതിക്കുകയും അതുപോലെ തന്നെ കട്ടപ്പ സ്വഭാവം കാണിക്കുകയും പിന്നീന്ന് കുത്തുകയും ഇവരുടെ ടോക്സിക് ക്യാരക്ടേഴ്സ് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ പ്രേക്ഷകരൊക്കെ നല്ല രീതിയിൽ വെറുത്തിട്ടുണ്ട്. എന്നാലും കമ്മ്യൂണിറ്റിയുടെ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള വോട്ടുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ പിടിച്ചു നിന്ന് പോകുന്നു. സോ ഇവരിൽ ഒരാൾ മേ ബി ടോപ്പ് 6ൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ബിഗ് ബോസിന്റെ കൂടി ഒരു ഫേവറിസത്തിൽ ഇവരായിരിക്കും ചിലപ്പോൾ ടോപ്പ് 6ലേക്ക് വരുന്ന ഒരാൾ, ആദില ഓർ നോറ. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ആര് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിലയായിരിക്കും. കാരണം കുറച്ചും കൂടി ഒരു ബി മെറ്റീരിയലും ഗെയിം കളിക്കുന്നതും ആക്റ്റീവായിട്ട് നിൽക്കുന്നതും ആദിലയാണ്. നൂറെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല. ആദിലയുടെ ഷാഡോ ആയിട്ട് നിൽക്കുന്നു, വെറുതെ ഒരു വാഴയായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെറുതെ അവിടെ ഇരിക്കുന്നു എന്നതല്ലാതെ ഒരു ഗെയിമോ കാര്യങ്ങളോ നിലപാടുകളോ അഭിപ്രായങ്ങളോ ഒന്നും നൂറെ സംബന്ധിച്ചില്ല. സോ എന്റെ ഒരു പേഴ്സണൽ സെലക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദില ഓർ നെവിൻ ഇവരിൽ ഒരാളായിരിക്കും ടോപ്പ് 6ലേക്ക് വരാനുള്ള ഒരു കണ്ടസ്റ്റൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്റെ ഒരു കാഴ്ചപ്പാടിലും വിലയിരുത്തലും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ടോപ്പ് 6ലേക്ക് വരാൻ പോകുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ്, ഷാനവാസ്, അനുമോൾ, അക്ബർ, ആര്യൻ, അതുപോലെ തന്നെ നെവിൻ ഓർ ആദില ഇവരിൽ ഒരാളും കൂടെ ആയിരിക്കും. സോ നിങ്ങൾ പ്രേക്ഷകർ പറയുക ആരൊക്കെയായിരിക്കും ഈ ഒരു സീസണിലെ ടോപ്പ് 6 കണ്ടസ്റ്റൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.